ഇന്ത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടില്ല എങ്കിലും ഓരോ ഇന്ത്യക്കാരനെയും യുദ്ധം ബാധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നമ്മൾ യുദ്ധത്തിന് തൊട്ടു മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ നമ്മളുണ്ടായിരുന്ന ഇന്ത്യയുടെ ഡോളർ റേറ്റ് ഇപ്പോൾ 90കളിൽ നിന്നിരുന്നത് 92ലേക്ക് എത്തിയിരിക്കുന്നു. ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് $10 പെർ ബാരൽ കൂടിയതായി കാണുന്നു. നമുക്കിപ്പോൾ വേണ്ടത്ര സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് തുടർന്നാൽ, ഈ ഒരു സിറ്റുവേഷൻ തുടരുകയാണ് എങ്കിൽ കടൽ മാർഗമൊന്നും എളുപ്പമാകാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് എണ്ണ എത്തുന്നത് കൂടുതലും കടൽ മാർഗമാണല്ലോ. നമ്മൾ 90% പുറത്തുള്ള എണ്ണയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനജീവിതത്തെ ഭയങ്കരമായി ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള 90% ഗതാഗതവും എണ്ണ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ കുറേ അധികം ഉണ്ട് ഇപ്പോൾ നിരത്തിലെങ്കിൽ കൂടെയും അതൊരു 10% വരുന്ന എണ്ണം മാത്രമേ ഉണ്ടാവൂ കരുതുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഡിലേ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പീസ് ലോകത്ത് നിലവിൽ വരാൻ വേണ്ടി ഡിലേ ആവുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും കയ്യിൽ നിന്ന് ക്യാഷ് ഇറങ്ങേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സമാധാനം ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ലാഭകരമായി ജീവിക്കാൻ കഴിയുക എന്നതെന്ന് മനസ്സിലാക്കാം.